അപ്പോൾ എനിക്ക് ഈ സിനിമകളൊക്കെ കാണുമ്പം എനിക്ക് ഉള്ളൊരു ഡൗട്ടാണ്. കുറേ കാലമായി ഞാൻ ചോദിക്കണം എന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നു. പിന്നെ ഈ സിനിമ കണ്ടപ്പോഴാണ് എനിക്കിത് ചോദിക്കാൻ തോന്നിയത്. ഈ സ്ത്രീകളെ പുരുഷന്മാർ അടിച്ചോ ഇടിച്ചോ അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അടിയിൽ ഒരു റൂൾ എഴുതി കാണിക്കും, വയലൻസ് ടുവേർഡ്സ് വുമൺ ഈസ് പണിഷബിൾ എന്നുള്ളൊരു റൂള്. പക്ഷെ നമ്മൾ ആണുങ്ങളെ പട്ടീനെ പോലെ പെണ്ണുങ്ങൾ തള്ളിക്കൊന്നാലും ആ റൂളൊന്നും ആ താഴത്തെ എഴുതി കാണിക്കില്ല. ആ റൂൾ ഇനി ഇല്ലാത്തതുകൊണ്ടായിരിക്കാം എഴുതി കാണിക്കാത്തത്. അപ്പം അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യും. നമുക്കിനി സിനിമയിലേക്ക് വരാം. അപ്പം ഞാൻ ഇന്ന് നമ്മുടെ ചാക്കോച്ചൻ നായകനായ ഓഫീസർ ഓൺ ഡ്യൂട്ടി മൂവി കണ്ടേക്കുവാണ്. ഗൈസ്, എനിക്ക് പടം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു അടിപൊളി കിടിലൻ ത്രില്ലർ പടം എന്ന രീതിയിലാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. എന്നും പറഞ്ഞ് ഈ സിനിമയിൽ വലിയ വലിയ ട്വിസ്റ്റുകളോ ഇതൊന്നും ഉണ്ടെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഈ പടം ആ പ്ലോട്ട് അത് നൈസായിട്ട് തന്നെ സ്ക്രീനിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. എടുത്തു പറയേണ്ടത് ഗംഭീര സ്ക്രീൻ പ്ലേയും അതുപോലെ തന്നെ കിടിലൻ മേക്കിങ്ങുമാണ് ഈ പടം ഉടനീളം. അപ്പം നമ്മൾ ഈ പടത്തിൻ്റെ ഫസ്റ്റ് ഹാഫിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര സ്പീഡിലാണ് പോകുന്നത്. വേഗം ഇൻ്റർവെൽ ആയ പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പം ഫസ്റ്റ് ഹാഫിൽ നമ്മുടെ ചാക്കോച്ചൻ്റെ കുറച്ച് ട്രോമാറ്റിക് സ്റ്റേജിലൂടെ കടന്നു പോകുന്ന കുറച്ച് പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഗംഭീരമായിരുന്നു. പിന്നെ നമുക്കിതിലെ വില്ലന്മാരെ കുറിച്ച് വരാം. വില്ലന്മാർ അടിപൊളിയായിരുന്നു ഇതിൽ ചെയ്തു വെച്ചേക്കുന്നത്. നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു ഫീൽ കിട്ടും, ഓരോ അങ്ങോട്ട് ഭിത്തിയിലേക്ക് ചേർത്ത് പിടിച്ച് അടിച്ച് കൊന്നാലോ എന്നൊരു ഫീലൊക്കെ നമുക്ക് തോന്നും. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ശരിക്കും ഒരു ക്രൈം അന്വേഷിക്കുന്ന രീതിയിലേക്ക് പടം പോകുന്നു. സെക്കൻഡ് ഹാഫ് ലാസ്റ്റ് ക്ലൈമാക്സിൽ ഒരു ഫൈറ്റ് ഉണ്ട്. അത് എനിക്ക് ഈ സിനിമയിൽ എടുത്തു പറയേണ്ടതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഫൈറ്റ് സീൻസാണ് അത് അടിപൊളിയായിട്ട് അവർ എടുത്തു വെച്ചിട്ടുണ്ട്. ഈ ലാസ്റ്റ് ക്ലൈമാക്സിലെ ഫൈറ്റ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു ചാക്കോച്ചൻ്റെ ഒരു ഷോട്ടുണ്ട്. ഞാൻ ഒരു കാര്യം പറയാം, തിയേറ്ററിൽ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് ഗൂസ് ബംസ്, തിയേറ്ററിൽ OTT വന്നാലും ആ സാധനം ഗൂസ് ബംസ് തന്നെ ഒരു സാധനമാണ്. ഒമാതിരി ലെവല് സ്ക്രീൻ പ്രസൻസും കൈയടിച്ചു പോവും. ആ ലെവല് സാധനമാണ് ലാസ്റ്റത്തെ ആ ഷോട്ട്. പടം മൊത്തത്തിൽ എനിക്ക് ഇങ്ങനെയൊക്കെയാണ് പേഴ്സണലി ഫീൽ ചെയ്തത്. ഞാൻ പറഞ്ഞില്ലേ, വലിയ ട്വിസ്റ്റും കാര്യങ്ങളും ഒന്നും ഇല്ല പടത്തിൽ. നമുക്ക് എല്ലാം നമുക്ക് അപ്പം കിട്ടും. പക്ഷേ ഇതൊരു ത്രില്ലർ മൂഡിൽ അവർ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഈ പടത്തിൻ്റെ ഒരു വിജയം. നിങ്ങളും പടം കണ്ടവരാണെങ്കിൽ എങ്ങനെയുണ്ടെന്ന് ഒന്ന് അഭിപ്രായം കമൻറ്റ് ചെയ്യുക. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് പക്ക തിയേറ്റർ വാച്ചബിൾ മൂവി ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്.